بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും അതനുസരിച്ച് ജീവിക്കാനും എല്ലാം നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 8 വിഷയങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചിരുന്നു. അതിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അത് ചെയ്യുന്ന ആളുകൾക്ക് ഈ 8 ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായി കിട്ടേണ്ടതുണ്ട്. അതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒറ്റ വാക്കിൽ ആ 3 കാര്യങ്ങൾ പറയാം. 1, അയ്യു ഖൈരിൻ ഫീഹി, അതിൽ ഏത് നന്മയാണുള്ളത്. ഒരു നന്മ അതുകൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കണം, അതില്ല. രണ്ടാമത്തേത് അയ്യു ദലീലിൻ, അതിൽ ഖുർആനിൽ നിന്നോ സ്വഹീഹായ ഹദീസിൽ നിന്നോ ഒരു തെളിവ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് ഹൽ ഹാദ മിൻ നൗഇൽ ഹുബ്ബി, ഹുബ്ബിന്റെ ഇനത്തിലാണോ ഇതുള്ളത്, അതല്ല ഇഷ്കിന്റെ ഇനത്തിലാണോ. എന്താണ് ഹുബ്ബ്, എന്താണ് ഇഷ്ക് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് നബിയെ പ്രണയിക്കുക എന്നല്ല, നബിയോട് ഇഷ്കുണ്ടാവുക എന്നല്ല, മറിച്ച് നബിയോട് ഹുബ്ബ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഹുബ്ബ് എന്ന് പറയുമ്പോൾ അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതിൻ്റെ മാനദണ്ഡങ്ങൾ ഉണ്ടാകും. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ ആ സ്നേഹം കൊണ്ട് നടക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ സഹാബികൾ അവിടുത്തെ സാന്നിധ്യത്തിൽ പെരുമാറിയതുപോലെ പെരുമാറാനോ ഇടപഴകാനോ നമുക്ക് അവസരങ്ങളില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രവാചകൻ എന്നുള്ളത് പ്രമാണങ്ങൾ കൊണ്ടുള്ളതായ അറിവുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ കാണിച്ചതുപോലെ നമുക്ക് കാണിക്കാനുള്ളതായ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലില്ല. ഇന്ന് അവിടുന്ന് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ നമുക്കതുപോലെ ചെയ്യാം. അത്രമാത്രമേ നമ്മളത് മനസ്സിലാക്കേണ്ടുള്ളൂ. അതാണ് 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. നാലാമത്തേത് ഹുക്മു അഅയാദിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഉള്ള ആഘോഷങ്ങളുടെ വിധി എന്താണ്. ഇസ്ലാമിൽ 2 ആഘോഷങ്ങളാണുള്ളത്. ആകെ രണ്ട് കാര്യങ്ങളെ ആഘോഷിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഈദുൽ ഫിത്തറും 2 ഈദുൽ അദ്ഹയുമാണ്. ഈ ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും ആഘോഷിക്കുമ്പോൾ അത് ആഘോഷിക്കാൻ ഉള്ള നിർദ്ദേശത്തെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാനലി അഹ്ലിൽ ജാഹിലിയ്യത്തി യൗമാനി മിൻ കുല്ലി സനത്തിൻ യൽഅബൂന ഫീഹിമ, ജാഹിലിയ്യ കാലഘട്ടക്കാർക്ക് കളിക്കാനും അതേപോലെ ഉല്ലസിക്കാനുമായി വർഷത്തിൽ 2 ദിവസം ഉണ്ടായിരുന്നു. ഫലമ്മാ ഖദിമൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയപ്പോൾ ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, കാന ലക്കും യൗമാനി തൽഅബൂന ഫീഹിമ, നിങ്ങൾക്ക് കളിക്കാനും ഉല്ലസിക്കാനും 2 ദിവസം നിലവിൽ ഉണ്ടായിരുന്നു. എന്നാൽ വഖദ് അബ്ദലക്കുമുല്ലാഹു ബിഹിമ ഖൈറൻ മിൻഹുമ, അത് 2നേക്കാൾ ഖൈറായ മറ്റ് 2 ദിവസങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് പകരമാക്കി തരികയാണ്. അത് യൗമുൽ ഫിത്ർ വ യൗമുൻ നഹർ,
വലിയ പെരുന്നാളും പെരുന്നാളുമാണ്. അപ്പൊ നമുക്ക് ആഘോഷിക്കാനുള്ള 2 ദിവസമായി പറഞ്ഞത് ഈ 2 ദിവസങ്ങളെ പറ്റി മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. പക്ഷേ ഇപ്പൊ നമ്മൾ ആഘോഷിക്കുന്ന, നമ്മുടെ നാട്ടിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഈ നബിദിന ആഘോഷം എന്നുള്ളതാണ് പറയുന്നത്. ആഘോഷം എന്ന് പറയുമ്പോൾ അതിന് എന്തെല്ലാം മാനദണ്ഡങ്ങൾ ഉണ്ടോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ബാധകമാണ്. എങ്കിൽ നബിദിനത്തിനുള്ള ആഘോഷത്തിന്റെ മാനദണ്ഡങ്ങൾ എന്ത്? വലിയ പെരുന്നാളിന് രാവിലെ കുളിക്കൽ സുന്നത്താണ്, ചെറിയ പെരുന്നാളിന് രാവിലെ കുളിക്കൽ സുന്നത്താണ്. ചെറിയ പെരുന്നാളിന്റെ അസ്തമയം മുതൽ അസ്തമയം മുതൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. വലിയ പെരുന്നാളിന്റെ അറഫയുടെ സുബഹി മുതൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതേപോലെ തന്നെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വഴിയിൽ പോകുക, തിരിച്ച് വേറെ വഴിയിലൂടെ വരിക സുന്നത്താണ്. പുതിയ വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. 2 റക്അത്ത് നിസ്കരിക്കൽ വാജിബാണ്. ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. ആ നിസ്കാരത്തിൽ എന്തെല്ലാം ചെയ്യണം എന്ന് കൊടുത്തിട്ടുണ്ട്, നിസ്കാരം കഴിഞ്ഞാൽ എന്ത് നിർവഹിക്കണം എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നബിദിനത്തിന് ആഘോഷിക്കാൻ ചെയ്യേണ്ടുന്ന വിധിവിലക്കുകൾ എന്തൊക്കെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം നമുക്ക് വേണം. അതൊന്നുമില്ല, അതിനൊരു ഹുക്കുമും എവിടെയും ആരും രേഖപ്പെടുത്തിയിട്ടില്ല. അതാണ് നമ്മൾ 4ാമത് മനസ്സിലാക്കേണ്ട കാര്യം. 5ാമത് ചോദിക്കാനുള്ളത് മിൻ ഐന സബത യൗമു വിലാദത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച തീയതി എവിടെ കൊണ്ട് സ്ഥിരപ്പെട്ടു? റബീഉൽ അവ്വൽ 12-നാണ് അവിടുന്ന് ജനിച്ചത് എന്ന് ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് തെളിഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ഒരു കിതാബ് അല്ലാണ്ട് റസൂല് റബീഉൽ അവ്വൽ 12-ന്റെ അന്നാണ് ജനിച്ചത് എന്ന് എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. നിരവധി അഭിപ്രായങ്ങളുണ്ട്. അൽഫിയത്തു സീറത്തുൻ നബവിയ്യ എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട്. മഹാനായ ഇബ്നു ഹുസൈൻ അൽ-ഇറാഖി എന്ന ആ പണ്ഡിതന്റെ ഗ്രന്ഥമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങൾ, അവിടുത്തെ മദ്ഹുകൾ എഴുതിയ 1000 ബെയ്ത്താണ്. ഞാൻ അത് പറയാൻ കാരണം എന്താ അറിയാമോ? അങ്ങനെ പറയാൻ കാരണം എന്താ അറിയാമോ? ഈ നബിദിനത്തെ പറ്റി വിമർശനം പറയുന്ന ആളുകളെ മുഴുവനും മറ്റുള്ളവർ പറയുന്നത് എന്താ? അവര് മദ്ഹ് പറയുന്നതിനെതിരാണ്. ഇപ്പൊ ഞാന് മദ്ഹ് പറയുന്നതിനെതിരാണോ? ഇല്ല. 1000 ബെയ്ത്ത് പ്രവാചകനെ പറ്റിയുള്ള മദ്ഹ് പറഞ്ഞ ബെയ്ത്താണ്. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് അൽഫിയത്തു സീറത്തുൻ നബവിയ്യ നളമു ദുററി സുന്നിയ്യത്തി സക്കിയ്യ എന്ന പേരുള്ള ഗ്രന്ഥം. അങ്ങനെ ഒരു ഗ്രന്ഥത്തിന് മഹാനായ ഇമാം മുനാവി എന്ന പണ്ഡിതൻ, ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം അൽ ഫുതൂഹാത്തു സുബ്ഹാനിയ്യ എന്ന പേരിൽ ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്, ഒരു വിശദീകരണം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച തീയതിയെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞു. എന്താ അഭിപ്രായം അറിയാമോ? 8 അഭിപ്രായങ്ങളുണ്ട് റബീഉൽ അവ്വൽ മാത്രം. 8 അഭിപ്രായം. റബീഉൽ അവ്വൽ 2-നാണ്, 8-നാണ്, 10-നാണ്, 12-നാണ്, അങ്ങനെ 8 അഭിപ്രായങ്ങൾ. ഈ 8 അഭിപ്രായങ്ങൾ റബീഉൽ അവ്വൽ മാത്രം നിൽക്കുമ്പോ അദ്ദേഹമല്ലാത്ത ചില പണ്ഡിതന്മാർ, 4 മദ്ഹബിന്റെ ഗ്രന്ഥം രചിച്ചിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ എഴുതിയിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് മുഹറം 10-നാണ്, മുഹറം 8-നാണ്, റമദാൻ 27-നാണ്, ദുൽഹജ്ജ് 1-നാണ്, 10-നാണ്, സഫറിലാണ്. അപ്പൊ റബീഉൽ അവ്വൽ 12 എന്നുള്ളത് ഖണ്ഡിതമായി ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഈ റബീഉൽ അവ്വൽ 12 ഇവർക്ക് കിട്ടിയത്? റബീഉൽ അവ്വൽ 12 ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഹിജ്റ കലണ്ടർ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഹിജ്റ കലണ്ടർ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഹിജ്റ കലണ്ടർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കലണ്ടർ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ ഏത് ബേസ് ചെയ്തിട്ട് വേണം കലണ്ടർ ആരംഭിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ചർച്ച വന്നപ്പോ ആരോ ഒരാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച തീയതി കണക്കാക്കിക്കൊണ്ട് നമുക്ക് ആക്കാം. അത് ചർച്ചയ്ക്ക് പോലും എടുത്തില്ല എന്ന് പറഞ്ഞാൽ. കാരണം എന്താ? അവർക്കാർക്കും അറിയില്ല.
അള്ളാന്റെ റസൂല് എന്നാ ജനിച്ചതെന്നത്. എന്ന് പറഞ്ഞാൽ ദിവസത്തെ പറ്റിയല്ല, തീയതി. റബീഉൽ അവ്വൽ 12-നാണോ 8-നാണോ 9-നാണോ റജബിലാണോ മുഹറത്തിലാണോ അറിയില്ല. അപ്പൊ രണ്ടാമത്തെ അഭിപ്രായം വന്നു, അവിടെ നിന്ന് വഫാത്തായ ദിവസം വെച്ച് നമുക്ക് കലണ്ടർ ആരംഭിക്കാം. ആ അഭിപ്രായത്തെ അങ്ങനെ തന്നെ തള്ളിക്കളഞ്ഞു. കാരണം എന്താ? ആ ദിവസം ഞങ്ങൾക്ക് ഓർത്തിരിക്കാൻ താല്പര്യമില്ലാത്ത ദിവസമാണ്. നമുക്ക് ഏറ്റവും അധികം വേദന ഉണ്ടായ ദിവസമാണ് ഈ റബീഉൽ അവ്വൽ 12, പ്രവാചകന്റെ വഫാത്ത് ദിവസം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ദിവസം തിരഞ്ഞെടുക്കേണ്ട. യഹൂദികളെ പോലെ നമ്മൾ ആകണ്ട, നസാറാക്കളെ പോലെ നമ്മൾ ആകണ്ട. നസാറാക്കൾ എന്താ ചെയ്തത്? നസാറാക്കൾ ചെയ്തത് അവരുടെ ക്രിസ്തു വർഷം കണക്കാക്കുന്നത് എന്താ? ഈസ അലൈഹിസ്സലാമിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. AD-യുടെ ആരംഭം, AD-യുടെ ഫുൾ ഫോം എന്താ? ആഫ്റ്റർ ഡെത്ത് അല്ലേ? മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പോ ആ മരണത്തെ പറ്റിയുള്ള ഓർമ്മ നമുക്ക് വേദന ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ദിവസത്തെയും തട്ടിക്കളഞ്ഞു. അപ്പൊ അഭിപ്രായ വ്യത്യാസമുണ്ട് അവിടെ നിന്ന് ജനിച്ച ഡേറ്റ് ഏതാണ് എന്ന കാര്യത്തിൽ. എന്നാൽ ലം യുബയ്യിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിഹി താരീഖ, ഈ തീയതിയെ അവിടെ നിന്ന് ഒരിക്കലും ആരോടും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവിടുന്ന് പറഞ്ഞു കൊടുത്തില്ല. അതൊരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നുവെങ്കിൽ ആ ദിവസം ആ തീയതി എന്ത് ചെയ്യും? പറയും, ഇന്നതാണ് തീയതി, ഞാൻ ജനിച്ച തീയതി ഇതാണെന്ന്. പക്ഷേ അള്ളാന്റെ പ്രവാചകൻ അത് പറയാതെ പോയി എന്നുള്ളത് അത് ആഘോഷമാക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സൂചനാപരമായി കൊണ്ട് ആഘോഷിക്കരുത് എന്നതിനെ തെളിയിക്കാൻ ഒരുപാട് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അബീ ഖതാദത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമിൽ ഇത്നൈനി, അല്ലാഹുവിന്റെ റസൂലിനോട് തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് സുന്നത്താണ്. അപ്പൊ അതെന്താണ് എന്ന് ചോദിച്ചു. ഉടനെ അവിടുന്ന് കൊടുത്ത മറുപടി ഫീഹി ഉലിത്തു, ആ ദിവസമാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്. വഫീഹി ഉൻസില അലയ്യൽ ഖുർആൻ, ആ ദിവസമാണ് എനിക്ക് ഖുർആൻ ഇറങ്ങിയത്. മറ്റൊരു റിപ്പോർട്ടിൽ വഫീഹി യുബഅസു, എന്നെ അന്നാണ് പ്രവാചകനായി നിയോഗിച്ചത്. അപ്പൊ തിങ്കളാഴ്ചയാണ് അവിടുന്ന് ജനിച്ചത്, തിങ്കളാഴ്ചയാണ് നുബുവത്ത് ലഭിച്ചത്, തിങ്കളാഴ്ചയാണ് ഖുർആൻ ഇറങ്ങിയത് എന്നുള്ളത് കൊണ്ട് തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ്. അവിടെ തന്നെ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്, പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? തിങ്കളാഴ്ച ഞാൻ ജനിച്ച ദിവസമാണ്, അന്ന് നിങ്ങൾ നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് പറയുമ്പോൾ തന്നെ അന്ന് നിങ്ങൾ ആഘോഷിക്കൽ ഹറാമാണ് എന്ന് വരുന്നുണ്ട്, ഇല്ലേ? കാരണം എന്താ? നമ്മളുടെ ആഘോഷ ദിവസം നോമ്പെടുക്കൽ എന്താ? ഹറാമാണ്. നമ്മുടെ പെരുന്നാൾ ദിവസങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല. അതിനെപ്പറ്റി ഉലമാക്കൾ ശക്തമായ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആറാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്ന ദിവസം അത് ഇജ്മാ ആണ്, റബീഉൽ അവ്വൽ 12-ന്റെ അന്നാണ് എന്ന്. ഒരു ദുഹാ നമസ്കാരത്തിന് ശേഷമാണ് അവിടെ നിന്ന് വഫാത്താകുന്നത്. അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ആ ദിവസത്തെ സംബന്ധിച്ച് വക്കാനത്ത് വഫാത്തുഹു യൗമിൽ ഇസ്നൈനി ബിലാ ഖിലാഫി മിൻ റബീഉൽ അവ്വലി വകാദ യകൂനു ഇജ്മാ എന്ന് ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. അന്ന് അത് ഇജ്മാ ആണ്, അതായത് പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട് റബീഉൽ അവ്വൽ 12-നാണ് എന്ന്. അന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുന്നറിയിപ്പും തരികയുണ്ടായി. അൻ അബ്ദുറഹ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അൻ അബീഹി, അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉസീബ അഹദുക്കും ബിമുസീബത്തിൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ, മുസീബത്ത് മീൻസ് ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, സങ്കടം, മനസ്സിനെ ബാധിക്കുന്ന സങ്കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മുസീബത്ത് എന്ന് പറയുന്നത്. അതിൽ ഖുർആനിൽ പരാമർശിച്ചിരിക്കുന്ന ഈ 6 പ്രയോഗങ്ങളുണ്ട്. ദുഃഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിൽ 6 പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സുകളിൽ വിശദീകരിക്കാനുള്ളതാണ് 6ഉം ഇൻഷാ അല്ലാഹ്. 6 പ്രയോഗങ്ങളും ഏത് പ്രയോഗങ്ങൾ വന്നാലും, അതായത് ഹുസ്ന്, ഹമ്മ്,
അതേപോലെ തന്നെ അസഫ്, അതേപോലെ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല, അങ്ങനെ 6 പ്രയോഗങ്ങളുണ്ട് ഖുറാനിൽ ദുഃഖവുമായി ബന്ധപ്പെട്ടു. ഈ 6 പ്രയോഗങ്ങൾ ഏതും വന്നാലും അതിനെ മുസീബത്തായി തന്നെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ബാധിക്കുന്ന ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിനെ ബാധിച്ചാൽ എന്നെ ബാധിക്കുന്ന മുസീബത്ത് നിങ്ങൾ ഓർത്താൽ മതി. എനിക്ക് ബാധിച്ച മുസീബത്ത് ഇപ്പൊ നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, ഞാൻ അനുഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നും അല്ല എന്ന് നമ്മൾ പറയാറില്ലേ. ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കും, പറയും ഞാൻ കടന്നു വന്ന, ഞാൻ താണ്ടി വന്ന വഴികൾ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചത് വെച്ച് നോക്കിയാൽ ഇതൊന്നും ഒന്നുമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അനുഭവിച്ച പ്രശ്നം അതിനേക്കാൾ വലുതായതുകൊണ്ടാണ്, അല്ലേ? അപ്പൊ അതേപോലെയാണ് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ ആ പ്രയാസം നിങ്ങൾക്ക് ചെറുതായി തോന്നാൻ ഒരു കാര്യം ചെയ്താൽ മതി. എന്നെ ബാധിച്ചിരിക്കുന്ന മുസീബത്ത് നിങ്ങൾ ഓർത്താൽ മതി. എന്താണ് ആ മുസീബത്ത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ് ആ മുസീബത്ത്. മുസ്ലിം ഉമ്മത്തിനെ ബാധിച്ച ഏറ്റവും വലിയ ദുരന്തമാണ് പ്രവാചകന്റെ വിയോഗം. അതാണ് നിങ്ങളുടെ അടുക്കൽ ഏറ്റവും വലിയ മുസീബത്ത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആ സംഭവം, ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താ? ഈ ദിവസം ഓർക്കുന്നുണ്ടെങ്കിൽ, ഓർക്കാൻ വേണ്ടിയല്ല, ദുഃഖാചരണം ഇസ്ലാമിൽ ഇല്ല. ഒരാൾ മരിച്ചാൽ 3 ദിവസത്തിന്റെ മുകളിലേക്ക് ദുഃഖാചരണം ഇല്ല. അത് ആർക്ക്? എല്ലാ ആളുകൾക്കും ഒരാൾക്കൊഴിച്ച്. മരിക്കുന്ന ആള് പുരുഷനാണ് എങ്കിൽ, അയാൾക്ക് ഭാര്യ ഉണ്ട് എങ്കിൽ അവർക്ക് ഇദ്ദയുടെ കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഇദ്ദയുടെ കാലയളവിൽ വരെ അവർക്കുള്ള ദുഃഖാചരണമാണ്. ബാക്കി ഒരാൾക്കും ഈ ദുഃഖാചരണം 3 ദിവസത്തിന്റെ മുകളിലേക്ക് പാടില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദുഃഖാചരണം പാടില്ല എന്ന് പറയുമ്പോൾ ആ മരണപ്പെട്ട വീട്ടിൽ പിന്നെ ഭക്ഷണം പോലും പാചകം ചെയ്യാൻ പാടില്ല. ദുഃഖം ആചരിക്കണം, അതാണ് നിബന്ധന. എനിക്ക് ദുഃഖമൊന്നുമില്ല, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തില് നമ്മളുടെ ഈ രീതിയൊക്കെ മാറി, അയൽവാസികൾക്കും ബന്ധുക്കളുടെയും മേൽ ബാധ്യതയാക്കി വെച്ചൊരു കാര്യമുണ്ട്. ഈ മരണപ്പെട്ട വീട്ടില് ഭക്ഷണം അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണം. ഈ ദുഃഖാചരണ ദിവസങ്ങളിൽ ഇന്ന് ചെയ്യുന്നുണ്ടോ? ആ സുന്നത്ത് എടുത്തു കളഞ്ഞില്ലേ? എത്രത്തോളം മയ്യത്ത് മറവ് ചെയ്ത് വന്നാൽ അന്ന് നെയ്ച്ചോറും ബിരിയാണി കൊടുക്കും. മറവ് ചെയ്ത് വന്നാൽ അപ്പൊ കൊടുക്കും, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ഈ മരിച്ച വീട്ടിൽ. എന്ത് ജാഹിലിയ്യത്തിന്റെ എല്ലാ സ്വഭാവങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നഈ, അതായത് അനൗൺസ് ചെയ്ത് പോവുക, മരിച്ചത് വിളിച്ചു പറഞ്ഞു പോവുക. ജാഹിലിയ്യത്തിന്റെ സ്വഭാവമാണ്. നമുക്ക് മരണാനന്ത മുറകൾ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതൊക്കെ നന്നായി ഡീപ്പായിട്ട് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അങ്ങനെ ക്ലാസ്സുകളിൽ ഓരോ വിഷയങ്ങൾ വന്ന് പറഞ്ഞു പോകുമ്പോൾ ഞാനതിങ്ങനെ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പോകാനുണ്ട്. അപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്നും തെറ്റിപ്പോകാതിരിക്കാനാണ് എന്ത് ചെയ്യണത്? അത് പിന്നത്തേക്ക് മാറ്റി വെക്കുന്നത്. നിങ്ങൾ പറയാണ്, ഒരു ദിവസം എന്നോട് പറയാണ്, നമുക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ സൗകര്യപ്പെടുന്ന ദിവസം ഞങ്ങൾക്ക് ഇന്നൊരു വിഷയം ഞങ്ങൾക്കൊന്ന് കേൾക്കാം. നമ്മൾ തയ്യാറായി വരും, അതിനുള്ളതായ സംവിധാനങ്ങൾ പറഞ്ഞു തരും. അത് നമ്മൾ ഈ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തിയാൽ മതി. അടുത്ത ആഴ്ച ഞങ്ങൾക്ക് ഇന്നൊരു വിഷയത്തെ പറ്റി കേൾക്കണം എന്ന് പറഞ്ഞാൽ നമുക്കതിന് സൗകര്യം ഉണ്ടാക്കിയെടുക്കാം ഇൻഷാ അല്ലാഹ്. എന്തു ആകട്ടെ. അപ്പോ ഇതാണ് ദുഃഖാചരണം, ഇത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ ദുഃഖം ആചരിക്കാൻ ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട എന്താ? റസൂലുള്ളാഹി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്, അതിനേക്കാൾ വലിയ മുസീബത്തിന് വരാനില്ലല്ലോ. അപ്പൊ അന്നത്തെ ദിവസം, ആ ഒരു ദിവസം ഓർക്കണം. ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ അവർ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു പ്ലാനിലാണ് മുസ്ലിം ഉമ്മത്ത് പോയി പെട്ടിട്ടുള്ളത്. ജൂതന്മാരും നസാറാക്കളും അടങ്ങുന്ന ഒരു സംഘം അവർ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? മുസ്ലിമീങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ദിവസം അള്ളാന്റെ റസൂല് വഫാത്തായി എന്ന് ഉറപ്പുള്ള ദിവസം, ആ ദിവസം ഇത്രയും വലിയ ആഘോഷം ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പ്രവർത്തനം എത്ര ശക്തമായിരിക്കും. അവര് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലേ? അതാണ്
നമ്മൾ ഇത് എതിർക്കുന്ന ആളുകൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു. അവരൊന്നല്ല, ഈ ഒറ്റപ്പെടലിനെ ഭയപ്പെട്ടിട്ട് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ചില ആളുകളൊക്കെ വന്നിട്ട് രണ്ടും കുഴപ്പമില്ല, ആഘോഷിക്കുന്നവർ ആഘോഷിച്ചോട്ടെ, ആഘോഷിക്കാത്തവർ ആഘോഷിക്കണ്ട, നമ്മൾ രണ്ടിന്റെയും നടുക്കുണ്ട് എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇതിന്റെ ഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ വാപ്പ മരണപ്പെട്ട ദിവസം നമ്മൾ ആ ദിവസത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അന്ന് ദുഃഖം ആചരിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ വാപ്പ മരണപ്പെട്ട ദിവസം ഒക്ടോബർ മാസം 25 സെപ്റ്റംബർ മാസം 25 തീയതിയാണെന്ന് കൂട്ടിക്കോ. ഇന്നത്തെ ദിവസമാണ് എൻ്റെ ഉപ്പ മരണപ്പെട്ടത് അല്ലെങ്കിൽ എൻ്റെ ഉമ്മ മരണപ്പെട്ടതെങ്കിൽ ഈ ദിവസം എന്നാ പിന്നെ എൻ്റെ ഉമ്മ ജനിച്ച ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊത്തിഘോഷിച്ചാലോ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണത്, നിസ്സാരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുമാകട്ടെ, ഏഴാമത്തെ കാര്യം തഹ്കീറുൽ ബിദ്അത്തി, ബിദ്അത്തിന്റെ ഗൗരവം നിസ്സാരമായി കാണിക്കുക. എന്താ ബിദ്അത്ത്? ഇത് മറ്റുള്ളവരുടെ ആചാരമാണ്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ ബിദ്അത്തിനെ പറ്റി ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞു. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെടാതെ പോയ കാര്യം, സ്ഥിരപ്പെടാതെ പോയ കാര്യം. അപ്പൊ പിന്നെ സുന്നത്തിൽ സ്ഥിരപ്പെടാതെ പോയ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇന്നത്തെ ഈ പ്രവർത്തനങ്ങൾ ഇത്രയും സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണോ? അല്ല. മേശയിട്ടിട്ട്, കസേരയിലിട്ടിട്ട്, ടാബ് മുമ്പിൽ വെച്ച്, ക്യാമറ മുമ്പിൽ വെച്ച്, നിങ്ങളും കസേരയിലിട്ട്, കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ ഫാൻ ഇട്ട് ഇങ്ങനെ ഒരു ക്ലാസ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഇത് ബിദ്അത്തല്ലേ? അല്ല. കാരണം എന്താ? ഇത് ഒരു പ്രത്യേക പുണ്യം ലഭിക്കും എന്ന് കരുതിക്കൊണ്ടല്ല ഈ ബിൽഡിംഗ് ഉണ്ടാക്കി, ഈ ക്യാമറ മുമ്പിൽ വെച്ച്, ഈ മേശ ഇട്ടിട്ട് ഇത് ഇബാദത്തിന്റെ ഭാഗമായിട്ടല്ല നമ്മൾ നടത്തുന്നത്. ഇതൊന്നും ഇല്ല എങ്കിലും ഈ ക്ലാസ് നടത്തുമ്പോൾ അതിന് കൂലി കിട്ടും. അതിന്റെ ഒരു സൗകര്യം, ഒരു പ്ലാറ്റ്ഫോം മാത്രം ഒരുക്കി എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ വേറൊന്നും ഒരുക്കിയിട്ടില്ല. ഇപ്പൊ പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിസ്കരിച്ച നിസ്കാരം തന്നെ ഇവിടെ നിർവഹിക്കുന്നത്. പക്ഷേ അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ഈ പ്ലാറ്റ്ഫോം ഇന്നത്തെ ഈ ആധുനിക സംവിധാനത്തിലുണ്ടാക്കി. അത് ഒരു ഇബാദത്തായിക്കൊണ്ടല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് ഇബാദത്തിനുള്ളതായ ഒരു സൗകര്യമായിക്കൊണ്ടാണ്. മുആമലാത്തുകൾ എന്ന് പറയും ഇതിനെ, മറ്റത് ഇബാദാത്തുകൾ എന്നും പറയും. രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒന്ന് മുആമലാത്ത്, രണ്ട് ഇബാദാത്ത്. അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ പഠിച്ചാൽ തന്നെ ഈ പ്രശ്നം അവിടെ അവസാനിച്ചു. എന്താ ഈ മുആമലാത്ത് എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ ദൈനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും മുആമലാത്തുകളാണ്. ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പരലോകത്ത് കൂലി കിട്ടും എന്ന് കിട്ടുവാൻ വേണ്ടി അള്ളാഹു റസൂൽ മുഖേന നിശ്ചയിച്ചു തന്നിട്ടുള്ള ആരാധനാക്രമങ്ങളാണ് ഇബാദത്തുകൾ. നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ആരാധന നിർവഹിക്കുന്നതിന് വേണ്ടി. അതിനുവേണ്ടി നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് മഗ്രിബ് നിസ്കരിച്ചു, ഇശാ നിസ്കരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇശാ നിസ്കരിച്ചാൽ ഫജ്ർ നിസ്കരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിൽ നടക്കുന്ന ഈ നിസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള ആരാധനകൾ നിർദ്ദേശിച്ചു വന്നിരിക്കുന്ന അതിന്റെ പുറമേയുള്ള ബാക്കി പ്രവർത്തനങ്ങളൊക്കെയാണ് മുആമലാത്തുകൾ. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് മനസ്സിലാക്കേണ്ടത് ഇബാദത്തുകളുടെ അസ്ല് എന്തായിരിക്കും? എല്ലാ കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഇബാദത്തുകളുടെ അസ്ല് എല്ലാ കാര്യങ്ങളും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. ഏതൊഴിച്ച്? അള്ളാഹുവും റസൂലും നിർദ്ദേശിച്ചതൊഴിച്ച്. അപ്പൊ 6 വഖത്ത് നമസ്കാരം ഇല്ല എന്നതിന് തെളിവ് കൊണ്ടുണ്ടോ? വേണ്ട. കാരണം എന്താ? 6 വഖത്ത് നമസ്കാരം ഇല്ല എന്നതിന് തെളിവ് കൊണ്ടുണ്ട്. ഇല്ല, അത് അസ്ൽ, അതാണ്. ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനം. 6 വഖത്ത് നിസ്കാരം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അതിന് തെളിവ് കൊണ്ടുവരണം. അപ്പൊ ആ തെളിവ് അള്ളാഹുവും റസൂലും പറഞ്ഞ തെളിവായിരിക്കണം. അതാണ് ഇബാദത്തുകൾ. ഏത് ഇബാദത്തുകളും ഉണ്ട് എന്നതിനാണ് തെളിവ്.
നബിദിനം ഇല്ല എന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിച്ചാൽ 10 ലക്ഷം രൂപ സമ്മാനം, 10 കോടി സമ്മാനം കൊടുക്കും. അത് ചോദ്യമല്ല. കാരണം എന്താ? നബിദിനം ഇല്ല എന്നുള്ളത് അടിസ്ഥാനമാണ്. ഇനി ഉണ്ട് എന്നതിനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അതാണ് ഇബാദത്തുകൾ. എന്നാൽ മുആമലാത്തുകൾ എന്ന് പറഞ്ഞാലോ, എല്ലാ മുആമലാത്തുകളും എല്ലാ ഇടപാടുകളും അതെല്ലാം അനുവദനീയമാണ് എന്നുള്ളതാണ് അതിന്റെ ഹുക്ം. എല്ലാം ചെയ്യാം നമുക്ക്, ഏതൊഴിച്ച് ഇല്ലാമ ഹറം അല്ലാഹു വറസൂലു, അല്ലാഹുവും റസൂലും നിഷിദ്ധമാക്കിയതൊഴിച്ച് എല്ലാ ശവങ്ങളും ഹറാമാണ് അല്ലെ? എല്ലാ ശവങ്ങളും ഹറാം. കാരണം ഹുർരിമത്ത് അലൈക്കുമുൽ മൈത്തത്ത്, എല്ലാ ശവങ്ങളും നിങ്ങൾക്ക് ഹറാമാണ്. അപ്പൊ ഹറാമാണെന്ന് സ്ഥിരപ്പെട്ടു. പക്ഷെ അതിൽ നിന്നിട്ട് മത്സ്യം ഒഴിവായി, അതേപോലെ ജറാദ് വെട്ടുകിളി ഒഴിവായി. അപ്പൊ ചില മത്സ്യങ്ങൾ ചില ജീവികളെ അതിൽ നിന്ന് ഒഴിവാക്കി വെച്ചു. അപ്പൊ എല്ലാം അനുവദനീയമാണ് എന്നുള്ളതാണ്. ഏത് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും അതെല്ലാം അനുവദനീയമാണ് എന്നുള്ളതാണ് ഹുക്ം. അപ്പൊ പിന്നെ അത് ഹറാമാണോ, ഇത് ഹറാമാണോ, ഇത് ഹലാലാണോ, ഇതിന്റെ ഹുക്ം എന്താ, അതിന്റെ ഹുക്ം എന്താ അന്വേഷിച്ചിറക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഹലാലാണ്. മുആമലാത്ത് അതേപോലെ ഇബാദാത്ത്, ഇത് രണ്ടേ പറഞ്ഞിട്ടുള്ളൂ. മുഅശ്ശറത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് വരുന്നുണ്ട്, അത് നമുക്ക് സംസാരിക്കാം. നമ്മൾക്ക് പ്രധാനപ്പെട്ട രണ്ടിന്റെ അസലാണല്ലോ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുള്ളൂ. അപ്പോ ഏത് അമലുകളാണ് എങ്കിൽ, ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും ഇബാദത്തുകൾക്ക് പുറമെയുള്ളത് എല്ലാ പ്രവർത്തനങ്ങളും ഹലാലാണ്. ചില കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ രണ്ടും കൂട്ടിക്കലർത്താൻ പാടില്ല. രണ്ടും കൂട്ടിക്കലർത്തുമ്പോഴാണ് തശ്വീഷ് ഉണ്ടാകുന്നത്. ഇപ്പോ ഇബാദത്തുകളുടെ വിഷയം പറഞ്ഞിട്ട് അത് ബിദ്അത്താണ് എന്ന് പറയുമ്പോൾ മുആമലാത്തുകൾ എടുത്തിട്ട് ഇത് ബിദ്അത്താണോ എന്ന് ചോദിക്കും. മുആമലാത്തുകളിൽ ബിദ്അത്തില്ല, കടന്നു വരുന്നില്ല. മുആമലാത്തുകളിൽ ഹറാമാക്കിയ വിഷയങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അത് മനസ്സിലാക്കണം. അപ്പൊ എന്തുമാകട്ടെ, ബിദ്അത്തിന്റെ ഗൗരവം അത് കുറച്ച് കാണിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ കാണുന്നത്. അലൈക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന ആളുകൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അലൈക്കും ബിസുന്നത്തി, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നേർമാർഗം സിദ്ധിച്ച ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിന്നവായിജ്, അണപ്പല്ല് കൊണ്ട് അത് കടിച്ചു പിടിക്കണം. കാരണം വഇയ്യാകും വമുഹദസാത്തിൽ ഉമൂർ, നിങ്ങൾ സൂക്ഷിക്കണം കാര്യങ്ങളിൽ പുതിയതുണ്ടാകൽ, മതത്തിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനെ സൂക്ഷിക്കണം. കാരണം ഫഇന്ന കുല്ല മുഹദസത്തിൻ ബിദ്അ, എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ പുതിയതും പഴച്ചതുമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ പഴച്ചതും നരകത്തിലാണ്. വശറൽ ഉമൂരി മുഹദസാതുഹ, എല്ലാ കാര്യങ്ങളുടെയും ഷർറ് മതത്തിൽ പുതിയതുണ്ടാക്കലാണ്. അപ്പൊ ഷർറാണ് ഈ പുതിയതുണ്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്റെ ഹൗദിന്റെ അരികിലേക്ക് വരും. നാളെ പരലോകത്ത് നബിയുടെ ഹൗദുൽ കൗസറിന്റെ അരികിലേക്ക് വരുമ്പോൾ എല്ലാ ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാഹജലം കൊടുക്കും അവിടെ. ഇതൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷേ ഒരു കൂട്ടം ആളുകൾ വരുമ്പോ അത് എന്റെ ആളുകളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയും. അപ്പൊ വിളിച്ച് പറയപ്പെടും, നബിയെ നിങ്ങളുടെ ആളുകൾ തന്നെയാണ്, പക്ഷെ അവർ നിങ്ങൾക്ക് ശേഷം മതത്തിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹുക്കൻ സുഹുക്ക, വിദൂരത്തിൽ പോട്ടെ അങ്ങനെയുള്ള ആളുകൾ. നിസ്സാര കാര്യമല്ല. ഒരു സുന്നത്തിനെ കൊന്നിട്ടേ ഒരു ബിദ്അത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ തിങ്കളാഴ്ച നബിദിനം ആഘോഷിച്ചപ്പോ നമ്മൾ ശരിക്കും കണ്ടതാണ്, ഒരു സുന്നത്ത് അവിടെ ഇല്ലാണ്ടായി. നബിയുടെ മേലുള്ള സുന്നത്ത്, നബി ഇത് പറഞ്ഞ സുന്നത്താണെന്ന് പറഞ്ഞ ആ സുന്നത്ത് നോമ്പില്ലാതെയായി. അന്ന് നോമ്പെടുക്കൽ കറാഹത്താണ് എന്ന് ഉസ്താദന്മാർ എഴുതി വെച്ചു. നബിദിനത്തിന്റെ അന്ന് നോമ്പെടുക്കൽ കറാഹത്താണ് എന്ന്. ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ ഭാഗം പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. 8ാമത്തെ ചോദ്യം, മം ബദഅ ഹാദിഹിൽ ബിദ്അ,
ഇത് ആരാണ് തുടങ്ങിയത്? ആരാ തുടങ്ങിയത്? തുടങ്ങിയ ആളുടെ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ തുടങ്ങിയ ടീം ആരാണ് എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അവ്വലുമൻ അഹദത ഹാദിഹിൽ ബിദ്അത ഹും ബനു ഉബൈദിൽ ഖദ്ദാഹി അല്ലദീന യുസമ്മൂന അൻഫുസഹും ബിൽ ഫാത്തിമിയീൻ. ഫാത്തിമിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളാണ്. ഈ ഫാത്തിമിയാക്കൾ എന്ന് പറയുന്ന ഷിയാക്കളിലെ ഒരു വിഭാഗം ആൾക്കാരാണ്. അവര് ആ ഷിയാക്കളിൽ തന്നെ, ഈ ഫാത്തിമിയാക്കളിൽ തന്നെ ബാത്തിനിയ വിഭാഗമുണ്ട്. അവരുടെ കൂട്ടത്തിൽ തന്നെ ഖറാമിത്തി എന്ന് പറയുന്ന ഒരു ടീമാണ് ഈ സംഭവം തുടങ്ങിയിട്ടുള്ളത്. സമസ്തക്കാരുടെ കൂട്ടത്തില് പലതരം സമസ്തക്കാരുണ്ടല്ലോ, പല തരീക്കത്തിന്റെ ആൾക്കാരുണ്ട്. AP സമസ്തയുണ്ട്, EK സമസ്തയുണ്ട്, സമസ്ഥാനയുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ തന്നെ കുരുവട്ടൂർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അല്ലെ? കുരുവട്ടൂർ, അതാണ് സ്ട്രോങ് ടീം. ഈ കുരുവട്ടൂർ വിഭാഗം നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഒരു വല്ലാത്ത അപവാദം പറയുന്നുണ്ട്. അല്ലാണ്ട് റസൂല് ഒരു പെണ്ണിനെ, ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകുമ്പോ ഒരു പെണ്ണിനെ നോട്ടം ഇട്ടാല് ആ ഭർത്താവിന് ആ പെണ്ണിനെ ഒഴിവാക്കൽ നിർബന്ധമാണെന്ന്, നബിക്ക് കെട്ടിച്ചു കൊടുക്കൽ നിർബന്ധമാണെന്ന് നൗഷാദ് മുസ്ലിയാർ പ്രസംഗിച്ചതാ. അപ്പൊ അടുത്ത ദിവസം എന്ത് തോന്നിയാസാ പറയണത്? മഹാ തോന്നിയാസല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ഹുക്മ പുതിയതുണ്ട്, മറ്റുള്ളവർക്കൊന്നും ബാധകമല്ലാത്തൊരു നിയമമുണ്ട്. എന്താ നിയമം? ഒരു പെണ്ണ് നബിയുടെ അരികിൽ വന്നിട്ട് പറയാണ്, നബിയെ എന്നെ താങ്കൾ വിവാഹം ചെയ്തോ എന്ന് പറഞ്ഞാൽ വലിയില്ലാതെ വിവാഹം ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. വലിയ വേണ്ട, നമ്മളൊക്കെ കല്യാണം കഴിയുമെങ്കിൽ വലിയ വേണം. നബിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വലിയിന്റെ ആവശ്യമില്ല. നബിക്കൊരു വിവാഹം കഴിക്കണമെങ്കിൽ അത്രേ ഉള്ളൂ. റസൂലുള്ളാഹിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. എങ്ങനെ പ്രവാചകന്റെ ജീവിതം എന്നും വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവാചകൻ എത്തിയതും പ്രവാചകന്റെ ഭാര്യമാരും അവരെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. അപ്പൊ തന്നെ ഈ വിമർശകരായ ആളുകളുടെ വാ അടഞ്ഞു പോകും. നമ്മളത് പഠിച്ചാൽ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വിവരിക്കാം. എന്തായാലും ഫാത്തിമിയാക്കളിൽ നിന്നുള്ള ബാത്തിനിയ ഖറാമിത്തി എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇത് തുടക്കം കൊടുത്തത്. ഖറാമിത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല. ഹറമിൽ ആയുധവുമായിട്ട് കയറിയ ടീം അവരാണ്. ഈ ഖറാമിത്തി വിഭാഗമാണ് ഹാജിമാരെ കൊന്നത്. ഹാജിമാരെ കൊന്ന് ഖറാമിത്തി വിഭാഗമാണ് ഹജറുൽ അസ്വദ് മോഷ്ടിച്ചുകൊണ്ടുപോയത്. 200 വർഷത്തോളം ഹജറുൽ അസ്വദ് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ആ കാലഘട്ടത്തിൽ കിതാബ് എഴുതിയ, ഫിഖഹിന്റെ കിതാബുകൾ എഴുതിയ ആളുകൾ തവാഫ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽ അവരെഴുതി വെച്ചെന്താ? ഹജറുൽ അസ്വദ് ഇരുന്ന സ്ഥാനത്ത് ചെല്ലുമ്പോൾ കൈ ഉയർത്തി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുക. അവിടെ ഹജറുൽ അസ്വദ് ഉണ്ട് എങ്കിൽ അത് ചുംബിക്കുക. ഹജറുൽ അസ്വദ് ഇല്ല, എടുത്തോണ്ട് പോയി. അതൊക്കെ ഈ ഖറാമിത്തി വിഭാഗം ആളുകളാണ്. പക്ഷെ ഇയാൾ മുളഫർ രാജാവ് എന്നൊക്കെ പറയുന്ന അയാള് ഈ ബിദഅത്തിനെ തുടങ്ങി കൊണ്ടു നടന്നു എന്ന് മാത്രം. ഒരു വ്യാപകമായ രീതിയിൽ അത് ആഘോഷമാക്കി കൊണ്ടു നടന്നു എന്ന് മാത്രം. അപ്പൊ 8 കാര്യങ്ങളാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തത്. ഈ 8ഉം നമ്മൾ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്ത് ചെയ്യണ്ട, ന്യൂട്രൽ അടിച്ച് ഇത്, അതായത് ഈ സംഭവങ്ങൾ എനിക്ക് ബാധകമല്ല, ഞാൻ എന്തായാലും ആഘോഷിക്കുന്നില്ല, ആഘോഷിക്കുന്നവർ ആഘോഷിച്ചോട്ടെ എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഞാൻ അതിലില്ല, ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരൊക്കെ ഉണ്ടോ അവരെയും അതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ഞാൻ നോക്കും എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം ജൂത നസാറാക്കൾ അവര് അതിൽ യഹൂദികളാണ് ഇതിന്റെ നാന്ദി കുറിച്ച ആളുകൾ. യഹൂദികളാണ് ജന്മദിനം ആഘോഷിക്കാൻ തുടക്കം കുറിച്ച ആളുകൾ. അത് പിന്നെ നസാറാക്കൾ ഏറ്റെടുത്തു. നമ്മളിതൊക്കെ പറയുമ്പോൾ ഇത് ചെയ്യുന്ന ആളുകൾ ജൂതന്മാരാണ്, ജൂതന്മാർക്ക് പ്രവർത്തനങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും ഗൗരവത്തിൽ പറയേണ്ടതുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ ഖുത്ബയിൽ ഈ വിഷയം പറഞ്ഞപ്പോൾ എന്നോട് ഖുത്ബ കഴിഞ്ഞപ്പോ ഒരാള്, എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയ കാര്യം, ഖുത്ബ ഭയങ്കര നല്ല ഭംഗിയുള്ള ഖുത്ബയായിരുന്നു, നല്ല ജോറ് ഖുത്ബയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ്, പക്ഷേ ഈ നബിദിനം ആഘോഷിക്കുന്ന ആളുകളെ ജൂത നസാറാക്കളെ പോലെ എന്ന് പറഞ്ഞത് ശരിയായില്ല.
അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയി. കാരണം വെച്ചാൽ ഇയാള് പിന്നെ എന്താ ഇത്രയും നേരം ഇരുന്ന് പഠിച്ചതെന്താ? അള്ളാഹു ഖുർആനിൽ പറയുന്നില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ, നിങ്ങൾ ജൂതന്മാരെയും നസാറാക്കളെയും ഔലിയാ ആക്കരുത്. ഔലിയാ എന്ന് പറഞ്ഞാൽ അവരെ അവരുടെ ആദർശം പിൻപറ്റാൻ പാകത്തിനുള്ള സുഹൃത്തുക്കളാക്കല്ലേ എന്നാണ്. ആത്മമിത്രം എന്ന് പറഞ്ഞാൽ അവർ ഇപ്പൊ ഒരു ജൂതനാകട്ടെ, ഒരു നസ്രാണി ആകട്ടെ, അയാൾ നമ്മളോടൊപ്പം ഉണ്ട് എങ്കിൽ പാർട്ട്ണർഷിപ്പ് ചേരാം, കുഴപ്പമൊന്നുമില്ല. അയാളുമായി ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് അനുവദനീയമാണ്, അയാളുമായി കൊടുക്കൽ വാങ്ങലുകൾ അനുവദനീയമാണ്. ഇതിന്റെയും അപ്പുറത്താണല്ലോ അയാളുടെ ആദർശത്തിൽ പങ്കുചേരുക. ആദർശത്തെ സ്വീകരിക്കാൻ പാകത്തിനുള്ള ആത്മമിത്രം നിങ്ങളാക്കരുത്. കാരണം ബഅ്ദുഹും ഔലിയാഉ ബഅദ്, അവർ പരസ്പരം എന്താണ് ആദർശം കൈമാറുന്ന ആത്മമിത്രങ്ങളാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ആത്മമിത്രങ്ങളാണ്. അവരുടെ ജൂതന്മാരുടെ ആദർശം നസാറാക്കൾ എടുക്കും, നസാറാക്കളുടെ ആദർശം ജൂതന്മാരും എടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ജൂതനെ കണ്ടാലും ഒരു നസ്രാനിനെ കണ്ടാലും ആരാധനകളോ കോലങ്ങളോ ഒക്കെ ചെയ്യുമ്പോ ഏതാ ജൂതൻ ഏതാ നസാറ എന്ന് മനസ്സിലാവൂല. കാരണം അത്രമാത്രം ആദർശത്തിൽ സാമ്യത അവർക്കിടയിൽ ഉണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമൻ യതവല്ലഹും മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരുമായി ആദർശത്തിൽ സൗഹൃദം സ്ഥാപിച്ചാൽ ഫഇന്നഹു മിൻഹും, അവൻ അവരിൽപ്പെട്ടവനാണ്. ശുദ്ധ ഖുർആനിലെ അൽ-മാഇദ അധ്യായത്തിലെ 51-ാമത്തെ ആയത്താണിത്. പിന്നെ അവരെ പോലെയാണെന്ന് പറഞ്ഞില്ല, എന്താ ഭാഗതയുള്ളത്? കുറെ ആളുകൾ നമ്മൾ അങ്ങനെ ആക്രമിച്ച് വിമർശിക്കേണ്ട, ഭൂരിപക്ഷം ആളുകളും ഇത് ആഘോഷിക്കുന്നില്ലേ എന്നൊക്കെയാ. ഇസ്ലാമിൽ ഒരു കാര്യം അംഗീകാരം കിട്ടുന്നത് ഭൂരിപക്ഷം നോക്കിയിട്ടാണോ? അല്ല, ഭൂരിപക്ഷം നോക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ ആരാക്കുമായിരുന്നു? നബിയായിട്ട് അംഗീകരിക്കുകയായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന അതിന്റെ തൊട്ട് മുമ്പായിക്കൊണ്ടാണ് മുസൈലിമത്തുൽ കദ്ദാബിന്റെ രംഗപ്രവേശനം. മുസൈലിമത്തുൽ കദ്ദാബ് വന്ന് മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ബിൻ സാബിത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ, അദ്ദേഹത്തിനാണ് നിയമിച്ചത്. 20 വയസ്സുകാരനാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയാണ് നിയമിക്കുന്നത്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ നിയമിച്ച ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നത്. വഫാത്തായി കഴിഞ്ഞ് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം എടുത്ത തീരുമാനം ആ സൈന്യത്തെ പറഞ്ഞയക്കുക എന്നതാണ്. ആ സൈന്യം പോകുമ്പോ മുസൈലിമത്തുൽ കദ്ദാബിന്റെ കൂടെ 2 ലക്ഷം സൈന്യമുണ്ട്. 2 ലക്ഷം സൈന്യം. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ മുസ്ലിങ്ങളിലുള്ളൂ അപ്പോഴും സൈന്യമായിട്ട് പോകാൻ. അപ്പൊ ചില്ലറക്കാരനല്ല മുസൈലിമത്തുൽ കദ്ദാബ്. 2 ലക്ഷം സൈന്യത്തെ ഉണ്ടാക്കണമെങ്കിൽ അവന്റെ അനുയായികൾ എത്ര ഉണ്ടാവും? അപ്പൊ ആള് കൂടി, ഒരു സംഭവത്തിൽ ആള് കൂടി എന്നുള്ളത് അത് ശരിയാണ് എന്നതിന്റെ അടയാളമല്ല. മ്ലേച്ഛതയും നല്ലതും സമമല്ല. മ്ലേച്ഛതയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും. നാട്ടിൽ ഒരു മ്ലേച്ഛമായ പ്രവർത്തനം നടക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട്. എന്നാ പിന്നെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞാനൊന്നും അങ്ങോട്ട് ചെയ്യാം, ഞാനതിനെ എതിർക്കേണ്ടതില്ല, കുറെ ആൾക്കാർ ചെയ്യുന്നല്ലേ. എന്താ പറഞ്ഞ, പർവ്വത സമാനരായ പണ്ഡിതന്മാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നാ പറഞ്ഞത്. വലിയ വലിയ ആലിമ്യങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞു, വലിയ ആലിമ്യങ്ങൾ ചെയ്യണമെങ്കിൽ വലിയ ഉപ്പായ അവർ ഇട്ടോട്ടെ, അതിന്റെ അപ്പുറത്തേക്ക് ദീനിലൊന്നും ചെയ്യാൻ അവർക്ക് അധികാരമില്ല. അത് ചെയ്യുമ്പോൾ എത്ര വലിയവൻ ചെയ്താലും അത് ബിദ്അത്തായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഓരോരുത്തർക്കും കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ളതല്ല ദീന്. അള്ളാഹു പറഞ്ഞില്ല, തിൽക ഹുദൂദുല്ലാഹ്, തിൽക ഹുദൂദുല്ലാഹ്. ഇത് അള്ളാഹുവിന്റെ ഹദ്ദാണ്, അതിർത്തിയാണ്, അള്ളാഹ് നിശ്ചയിച്ച അതിർത്തി. അത് നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളെ ഒരാൾ ലംഘിച്ചാൽ
ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവൻ വാലിമാണ്, അക്രമിയാണ്. അള്ളാഹു ഇത് വരച്ചു വെച്ചതാണെന്നാ പറയണം. നമ്മുടെ മതത്തിന്റെ സൗന്ദര്യം, ദീനിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദീനിൽ ഒരാൾക്കും ഒന്നും ചേർക്കാൻ പറ്റില്ല, ഈ ദീനിൽ നിന്ന് ഒരാൾക്കും ഒന്നും എടുത്തും കളയാൻ പറ്റില്ല എന്നുള്ളതാണ് ദീനിന്റെ സൗന്ദര്യം. ഇന്ന് ഇത്രയും അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായത് തന്നെ, ഇത്രയും ഗ്രൂപ്പുകൾ ഉണ്ടായത് തന്നെ ഈ സൗന്ദര്യത്തെ കളങ്കപ്പെടുത്താൻ വന്നതിന്റെ പേരില്ല. ഇപ്പോഴും പല ആളുകൾക്കും ഗ്രൂപ്പ് കക്ഷികളാകുന്നതിനോട് എതിർപ്പാണ് ഉണ്ടാകും. ഗ്രൂപ്പും കക്ഷികളും എല്ലാം മുഖ്തലിഫീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. 73 വിഭാഗം, 73 പരിമിതപ്പെടില്ല എന്നാണ് മുഹദ്ദിസീങ്ങൾ പറയുന്നത്. അതിൻ്റെയും മുകളിലുണ്ടാവും, 73ൻ്റെയും മുകളിലുണ്ടാവും. എന്താ 73ന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ, ഒരു കാര്യത്തെ ആധിക്യം പറയാൻ വേണ്ടി പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് 70 എന്നുള്ളത്. 70 എന്നുള്ളൊരു ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമായിട്ടാണ്. അവർ 72 ഉണ്ടെങ്കിൽ നമ്മൾ 73 ഉണ്ടാകും എന്നേ പറയുള്ളൂ. അവർ 74 ഉണ്ടെങ്കിൽ നമ്മൾ 75 ഉണ്ടാകും. അതാണ് അതിനർത്ഥം. ജൂതന്മാരുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ അവരും പല ഗ്രൂപ്പുകളുണ്ട്. ഈ പറഞ്ഞ പോലെ 72-ലല്ല ഒതുങ്ങുന്നത്. അപ്പൊ ഇത്രയും അഭിപ്രായ വ്യത്യാസങ്ങളും ഗ്രൂപ്പുകളും ആയത് തന്നെ നമ്മളുടെ ദീനിന്റെ ആ സമ്പൂർണത എന്ന സൗന്ദര്യത്തെ കളങ്കപ്പെടുത്താൻ വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ട് ഒന്നിച്ചാ പോരായിരുന്ന, എല്ലാവർക്കും ഒന്നിക്കാം. ഇല്ല, ഒന്നാക്കാൻ കഴിയില്ല ഒരിക്കലും. നമ്മൾ മുസ്ലിമീങ്ങൾ, സംഘടനകൾ തമ്മിൽ ഒന്നാകൂല എങ്ങനെ നോക്കിയാലും. അഥവാ ഒന്നാകുന്നുണ്ട് എങ്കിൽ അവർ കൊണ്ടുവന്ന ഏതെങ്കിലും ആദർശത്തിന്റെ ആ പുതുമയെ എടുത്തു കളയണം, പുതിയ ആദർശത്തെ എടുത്തു കളയണം, എങ്കിലേ ഇതിലേക്ക് യോജിക്കുള്ളൂ. അല്ലാണ്ട് യോജിക്കൂല. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ള വിഷയം യോജിച്ചു പോകും, വലിയ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ യോജിക്കൂല. കാരണം ഇത് അത്രയും ഭംഗിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞില്ലേ, ഒരു ജൂതൻ വന്നിട്ട് പറഞ്ഞില്ലേ, യാ അമീറൽ മുഅ്മിനീൻ ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹാ ലൗ അലൈനാ മഅശറൽ യഹൂദി നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ആ ആയത്തെങ്ങാനും ഞങ്ങൾ ജൂതന്മാർക്കാണ് ഇറങ്ങിയത് എങ്കിൽ ആ ആയത്ത് ഇറങ്ങിയ ദിവസത്തെ ഞങ്ങൾ പെരുന്നാളാക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏത് ആയത്തിനെ പറ്റി നീ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്ത് ഖുർആനിലുണ്ടല്ലോ, മാഇദയിലത്തെ 3-ാമത്തെ ആയത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് അറഫ്നാ ദാലികൽ യൗം വൽ മകാൻ അല്ലദീ നസലത് ഫീഹി അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഇറങ്ങിയ ദിവസവും ആ സ്ഥലവും എനിക്കറിയാം. അള്ളാന്റെ പ്രവാചകൻ ഖായിമുൻ ബി അറഫത യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ഒരു ദിവസം അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. കാരണം അവർക്കറിയാം ഇത് നല്ല, ഇതിലൊന്നും കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല എന്ന വിധിയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ആ സമ്പൂർണത അതാണ്. അതുകൊണ്ട് തന്നെയല്ലേ വിശുദ്ധ ഈ ഇതിന്റെ സമ്പൂർണത പ്രഖ്യാപിച്ചത് പറഞ്ഞുകൊണ്ടാണ് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാല റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എന്താണർത്ഥം? റളീതു ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിലെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടു, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടു, വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല, മുഹമ്മദ് നബിയെ റസൂലായി ഞാൻ തൃപ്തിപ്പെട്ടു. ഇതൊരാൾ പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമായി. വബി മുഹമ്മദിൻ റസൂല, നബിയ രണ്ടുമാണ്. ഇതില് ഈ റിപ്പോർട്ടിൽ സുന്നൻ അബൂദാവൂദിന്റെ റിപ്പോർട്ടിൽ നബിയ എന്നുള്ള റസൂല എന്നുള്ളതാണ്. അത് ഇതല്ല, അതൊരു പ്രാർത്ഥനയിലാണ്, ഒരു പ്രാർത്ഥനയിലാണ് തിരുത്തി കൊടുത്തത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ?
ഈ ദീനിനെ ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ദീൻ എന്തായിരുന്നോ അതിനെ ഞാൻ തൃപ്തിപ്പെട്ടു എന്നർത്ഥം. അള്ളാന്റെ റസൂൽ വഫാത്താകുന്നതിന്റെ 40 ദിവസം, ഏകദേശം 40 ദിവസങ്ങൾക്ക് മുമ്പാണ് ദീന്റെ സമ്പൂർണത പ്രഖ്യാപിക്കുന്നതെന്ന് മറ്റൊരു റിപ്പോർട്ടിലുണ്ട്. എന്തായാലും ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഇസ്ലാമിൽ പിന്നീട് ഹുക്കുമുകളൊന്നും ഇറങ്ങിയിട്ടില്ല, നിയമങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. ഈ ആയത്ത് ഇറങ്ങിയോടുകൂടെ നിയമങ്ങൾ അവസാനിച്ചു. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞത്. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ കൊല്ലത്തിന് ശേഷം നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, ഈ ദിവസം നിങ്ങൾക്ക് ദീൻ സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഒരു ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞു, ലഅല്ലി ലാ ഖുദു അന്നി മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് കണ്ടു പഠിക്കൂ. കാരണം ലഅല്ലി ലാ അഹജ്ജു ആമി ഹാദാ, ഈ കൊല്ലത്തിന് ശേഷം ഇനി ഞാൻ ഹജ്ജ് ചെയ്യാൻ ഉണ്ടാവൂല. അപ്പൊ ഇസ്ലാം സമ്പൂർണമായി എന്ന് പറഞ്ഞാൽ ഇനി പഠിക്കാനൊക്കെ അന്ന് പഠിച്ചു കഴിഞ്ഞു, പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ മറ്റൊന്ന് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് വലിയ ആള് കൊണ്ടുവന്നാലും, ഒരു സംഘം വലിയ സംഘമാണ് കൊണ്ടുവരുന്നതെങ്കിലും അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം അത് സഹാബികൾ പോലും റസൂലുള്ള വലിച്ചെറിയാൻ പറഞ്ഞ കാര്യങ്ങളോട് സഹാബികൾ പോലും സ്വീകരിച്ചതായി എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുക്കൽ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ സ്വർണത്തിന്റെ മോതിരം ധരിച്ചു വന്നിരിക്കുക. റഅ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ ഖാതമൻ മിൻ ദഹബിൻ ഫീ യദി റജുലിൻ, ഒരാളുടെ കയ്യിൽ സ്വർണത്തിന്റെ മോതിരം. ഫനസഅഹു ഫതറഹഹു, റസൂൽ അത് ഊരി, സ്വന്തം കൈ കൊണ്ട് ഊരിയെടുത്ത്, എന്നിട്ട് ഫതറഹഹു, അത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് റസൂൽ പറഞ്ഞു, യഅമിദു അഹദുക്കും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയജ്അലുഹാ ഫീ യദിഹി, നരകത്തിന്റെ ഒരു ചെരുവിലേക്ക് ആർക്കെങ്കിലും പോയി വീഴാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനത്തെ മോതിരം ധരിച്ചോളാൻ പറഞ്ഞു, സ്വർണം ധരിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അതിനർത്ഥം സ്വർണ്ണ മോതിരം, സ്വർണത്തിന്റെ ആഭരണം ധരിക്കൽ പുരുഷന്മാർ നരകത്തിൽ പോണ കാര്യമാണെന്ന് മനസ്സിലായി അല്ലേ? പുരുഷന്മാർക്ക് സ്വർണം ഉപയോഗിക്കാൻ പാടില്ല എന്നതിന് മനസ്സിലാകുന്നില്ലല്ലോ. സ്വർണം ഉപയോഗിക്കുന്ന, അതായത് മുആമലാത്തുകൾ, ഇടപാട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്വർണം മേടിക്കലോ സൂക്ഷിച്ചു വെക്കലോ ഇടപാട് നടത്തലോ തെറ്റാണെന്ന് അതിന്ന് വരുന്നില്ലല്ലോ. നിങ്ങളെ കേൾക്ക്, തെറ്റല്ല കേട്ടോ. പക്ഷേ റസൂൽ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ അയാളോട്, ഈ മോതിരം ധരിച്ചു വന്ന ആളോട് ആരോ പറഞ്ഞ്, ഖുദ് ഖാതമക ഇൻതഫിഉ ബിഹി, ആ മോതിരം എടുത്തോ, ധരിക്കണ്ട, അത് പെണ്ണുങ്ങൾക്ക് കൊടുക്കാലോ, അല്ലെങ്കിൽ വിറ്റ് കാശാക്കാലോ എന്ന് പറഞ്ഞു. കാല നമ്മളത് എൻ്റെ തുടർച്ച പറയുന്നതിന് മുമ്പ് ക്ലാസ് അവസാനിക്കുമ്പോൾ ഞാൻ മറന്നു പോകുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നതല്ല, വേണ്ടെന്ന് കരുതിയിരുന്നു. പക്ഷേ ഒരു ചെറിയൊരു പ്രയാസം നമ്മുടെ മനാറുൽ ഹുദയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഏകദേശം 1,00,000 രൂപയുടെ മുകളിൽ പലചരക്ക് കടയിൽ കൊടുക്കാനുണ്ട്. അതുപോലെ അങ്ങനെ കുറേ ഇടപാടുകൾ, ഏകദേശം 3 ലക്ഷം രൂപയോളം. അതിൽ 1,60,000 രൂപ നമ്മളുടെ പെൺകുട്ടികൾക്ക് ഒരു സംവിധാനം ഉണ്ടാക്കി അതിനുവേണ്ടി കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച ഇനത്തിൽ 1.5 വർഷമായി കൊടുത്തിട്ടില്ല. ഞാൻ ആ പ്രയാസങ്ങളുടെ മേൽ പ്രയാസം, നമുക്ക് ഫീസ് തരേണ്ട ആളുകൾ പലരും തരുന്നില്ല, പലരും സ്പോൺസർ ചെയ്തിട്ട് 6 മാസത്തോളം ഫീസ് തരാത്ത ആളുകളുണ്ട്. അങ്ങനെ ആകെ ഒരു പ്രയാസത്തിൻ്റെ മോൾ പ്രയാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെ എഴുതുന്നത്. പക്ഷേ നിവർത്തികേട്, ഇനിയൊരു മാർഗം മുമ്പിലില്ല. അപ്പോൾ അടുത്ത ആഴ്ച ക്ലാസ്സിന് വരുമ്പോൾ നമ്മുടെ ഈ ഒരു സംവിധാനത്തിലേക്ക്, ഈ ബാധ്യതകൾ തീർക്കുന്നതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ഉണ്ടാകണം. ആകുന്നത് പോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും ഫണ്ട് അതിലേക്ക് എടുത്ത് വെക്കുന്ന ഇതുപോലെയാണ്. കാരണം ഫീസ് തരാത്ത കുറേ കുട്ടികൾ. ഇന്ന് ഒരു രക്ഷിതാവ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്, എൻ്റെ കുട്ടീനെ ഞാൻ കൊണ്ടുപോവാണ്, പഠിപ്പിക്കുന്നില്ല, ഫീസ് തരാൻ എനിക്ക് കഴിയില്ല എന്ന്. നമ്മൾ കൊണ്ടുപോയിക്കോളാൻ പറയാൻ കഴിയില്ല.
അതുപോലെ തന്നെ അനാഥകളായ ഒരു 3 കുട്ടികൾ. അനാഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയില്ല വാപ്പയില്ല, അങ്ങനത്തെ ഒരു 3 കുട്ടികൾ. എല്ലാവരുടെയും ഉമ്മയില്ല വാപ്പയില്ല എന്നല്ല, ഒരു കുട്ടിക്ക് ഉമ്മയില്ല. അതാണ് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുട്ടി. കൊണ്ടുവന്ന് എടുക്കുമെന്ന് ചോദിച്ചു, എടുത്തു. ഒന്നും തരാൻ കഴിയില്ല അവർക്ക്. അപ്പൊ നമ്മൾ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സംരംഭം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പരീക്ഷണം നമുക്കുണ്ടാവും, എന്തായാലും ഉണ്ടാവും. കാരണം ഇത് അങ്ങനത്തെ ഒരു മേഖലയാണ്. അപ്പൊ ആ പരീക്ഷണം ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ കടം കൊണ്ട് നമ്മുടെ ഇലക്ട്രിക്കൽ ഷോപ്പിൽ പെൺകുട്ടികൾക്ക് മാത്രം ഉണ്ടാക്കിയ വകയിൽ ഇലക്ട്രിക്കൽ ഷോപ്പിൽ പൈസ കൊടുക്കാത്തതിന് ഇന്നലെയും വിളിച്ചയാൾ ചീത്ത പറഞ്ഞു, എന്നെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് പോകുന്നത്. അപ്പൊ അടുത്ത ആഴ്ച നിങ്ങൾ നിങ്ങളെ കൊണ്ടാകുന്ന ഒരു സദഖ, ഞാൻ ഈ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഇടയ്ക്ക് ഒരു സംഭാവനയും പിരിക്കണ്ട, ക്ലാസ്സിലൊന്നും പറയണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷെ കഴിയുന്നില്ല, പിടിച്ചിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ, ആകുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യുക. പല ആളുകളും സഹായിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ നമുക്ക് പലചരക്കടന്ന് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയത്. കഴിഞ്ഞ പ്രാവശ്യം മടക്കി അയച്ചു, സാധനം തരില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. നിങ്ങൾ 10-40 കുട്ടികൾ അവർക്കുള്ള ഭക്ഷണത്തിന്റെ സാധനങ്ങൾ മേടിക്കാൻ പൈസ ഇല്ലാതെ വന്ന അവസ്ഥ ചിന്തിച്ചു. അപ്പൊ അതാണുള്ളത്. നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുക, നിങ്ങൾക്ക് തരാൻ കഴിയുന്നവർ തരിക. ഇനി ആരെങ്കിലും നമ്മൾ സമീപിച്ചാൽ നമ്മുടെ ഈ സ്ഥാപനത്തിന് സഹായിക്കാൻ കഴിയുമെങ്കിൽ അവരെ ഞങ്ങൾ പോയി കാണാൻ തയ്യാറാണ്. അവരുടെ വിവരങ്ങൾ നമുക്കൊന്ന് തന്നാൽ മതി. അതായത് ഹൈറാകട്ടെ, പ്രത്യേകം ദുആ ചെയ്യുക. എന്തുവാട്ടെ വിഷയത്തിലേക്ക് വരിക. അപ്പോ ഈ മോതിരം എടുത്തോളാൻ പറഞ്ഞു, എടുത്തൂടെ, അത് ഉപയോഗപ്പെടുത്താലോ. അയാൾ പറഞ്ഞ മറുപടി ഇല്ല, വല്ലാഹി ലാ ആഖുദുഹു അബദ വഖദ് തറഹു റസൂലുള്ളാഹ്. റസൂലുള്ളാഹ് വലിച്ചെറിഞ്ഞൊരു സാധനം ഇനി ഞാൻ എടുക്കൂല. എടുത്തുന്ന എഴുതിയോ അത് ഒരിക്കൽ വേറെ എന്തെങ്കിലും സാധനത്തിന് ഉപയോഗിക്കുന്നതിന്റെ കുറ്റം ഉണ്ടായിട്ടല്ല. റസൂലുള്ളാഹ് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് പാടില്ല. നമ്മളത് ആ പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. അതാണ് സ്നേഹം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയത്തെ അംഗീകരിച്ച് തന്നിട്ടില്ല എങ്കിൽ അതിനർത്ഥം അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളെ പറ്റി ഉമ്മത്തൻ വസത്ത എന്നാ പറഞ്ഞത്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, നിങ്ങളെ നമ്മൾ മധ്യമ സമുദായമാക്കി. മധ്യമ സമുദായം എന്ന് പറഞ്ഞാല് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, റൈറ്റ്. ഒരു വര വരച്ചൊരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഖത്തൻ, ഒരു വര, നീളത്തിൽ ഒരു വര വരച്ചു. എന്നിട്ട് പറഞ്ഞു ഹാദാ സബീലുല്ലാഹ്, ഇത് അള്ളാന്റെ വഴിയാണ് ഈ വര. എന്നിട്ട് ഇടത്തും വലത്തും കുറെ ചെറിയ ചെറിയ വരകൾ വരച്ചു. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞു ഹാദാ സുബുലുൻ അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ, ഇതും വേറെ വഴികളാണ്. ഇസ്ലാമിന്റെ പേരിൽ അള്ളാന്റെ മാർഗമാണെന്ന് പറഞ്ഞു വരുന്ന വേറെയും കുറെ വഴികളുണ്ട്. പക്ഷെ ഈ വഴികളിലെല്ലാം ശൈത്താനുണ്ട്. അപ്പൊ നേർമാർഗം ആണ്, അതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം റസൂലുള്ളാഹി പഠിപ്പിച്ചെന്ന കാര്യമാണ്. അപ്പൊ നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നല്ലാതെ കണ്ട് മതത്തിന്റെ ഉള്ളിൽ ഒന്നും ഉമ്മത്തം വസ്ത എന്ന് പറഞ്ഞതാ, ഒന്നും മതത്തിൽ കൂട്ടാത്ത ആളുകൾ, ഒന്നും മതത്തിൽ നിന്ന് എടുത്തു കളയാത്ത ആളുകൾ. ഖുർആൻ പറഞ്ഞില്ല, അഹ്ലുൽ കിതാബികളോട് പറഞ്ഞില്ല, യാ അഹ്ലുൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിര് കവിയരുത്. വലിയ വിഷയമാണ്. മതം എന്നുള്ളത് മിതമാണ്, ഒന്നും അതിര് കവിയാൻ പാടില്ല ഒരു വിഷയവും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി വന്ന് പറഞ്ഞു, ഞാൻ ഒരു മാസം മുഴുവൻ നോമ്പെടുത്തോട്ടെ? വേണ്ട. എല്ലാ ദിവസവും നോമ്പെടുക്കട്ടെ? വേണ്ട. അവസാനം അയാളുടെ താല്പര്യപ്രകാരം നബി പറഞ്ഞു ഒന്നിരാടെ എടുത്തു, എന്നാലും അത് പാടില്ല, സ്ഥിരമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. അത്രയും സ്ട്രോങ് ആണ്. കാരണം അള്ളാഹു ഒരു കാര്യം നിശ്ചയിച്ച് ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആ ചെയ്യൂ എന്ന് പറഞ്ഞതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ എന്തെങ്കിലും ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അവനെ ഖുർആൻ വിളിച്ച പേര് തന്നെ വാലിമെന്നാണ്. അത് വലിയ അക്രമമാണെന്നാണ്. ഇപ്പൊ ബനു ഇസ്രായേലുകാര്, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ബനു ഇസ്രായേലുകാരോട് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞ രംഗം, പലസ്തീനിലേക്ക് പോകാൻ പറഞ്ഞു. ഒരു പലസ്തീനിലേക്ക് പോയി. പലസ്തീനിലേക്ക് പോകുമ്പോൾ അറാമിക്കക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളാണ് അവിടെ ഉള്ളത്.
ആ അക്രമകാരികളായ ആളുകളാണ്. കുറച്ച് ആൾക്കാരേ ഉള്ളവര്. അവരെ എല്ലാം അവിടെ നിന്ന് ആട്ടി ഓടിച്ചിട്ട്, മഹാതോന്യാസ്യം കാണിക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചിട്ട് നിങ്ങൾ ആ വാഗ്ദത്ത ഭവനത്തിൽ ഭൂമിയിൽ പ്രവേശിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞു. ബനി ഇസ്രായേലുകാർ പറഞ്ഞെന്താ, നീയും നിന്റെ റബ്ബും പോയിട്ട് വേണമെങ്കിൽ അവർ ആട്ടി ഓടിച്ചിട്ട് പോവാ, ഞങ്ങൾ ആ പണി, ഞങ്ങൾക്കൊന്നും ആ പരിപാടി പറ്റൂല എന്ന് പറഞ്ഞു. അതിന്റെ ശിക്ഷ എന്ന വണ്ണം അല്ലാഹു തആല അവർക്ക് 40 വർഷമാണ് മരുഭൂമിയിൽ ജീവിക്കാൻ വിധിച്ചത്. 40 കൊല്ലം മരുഭൂമിയിൽ അവർ ജീവിച്ചു, അലഞ്ഞ് തിരിഞ്ഞ് അത്രമാത്രം അവർ പ്രയാസപ്പെട്ടു. ഒടുവിൽ അവർക്ക് വീണ്ടും ഒരു അവസരം കൊടുത്തു. ആ അവസരം കൊടുത്തതിനെ പറ്റി അഅറാഫിലെ 161, 62 ആയത്തുകൾ പറയുന്നുണ്ട്. വഇദ് ഖീല ലഹും, അവരോട് പറയപ്പെട്ട സന്ദർഭം, ഉസ്കുനു ഹാദിഹിൽ ഖർയത, നിങ്ങൾ ആ വാഗ്ദത്ത ഭൂമിയിൽ നിങ്ങൾ താമസിച്ചു കൊള്ളുക. വകുലൂ മിൻഹാ ഹൈതു ശിഅ്തും, അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കൊള്ളുക. നിങ്ങൾക്കുള്ള യഥേഷ്ട ഫലങ്ങൾ അവിടെയുണ്ട്, അത് കഴിച്ചു കൊള്ളുക. പക്ഷേ നിങ്ങൾ പറയേണ്ട വാക്ക്, ആ നാട്ടിൽ നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ പറയേണ്ട വാക്ക് വഖൂലു ഹിത്തത്തുൻ, നിങ്ങൾ ഉപയോഗിക്കേണ്ട വാക്ക് ഹിത്തത്തുൻ എന്നാണ്. ഹിത്തത്തുൻ എന്ന വാക്കേ ഉപയോഗിക്കാവൂ. ഹിത്തത്തുൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവെ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്നാണ് അതിനർത്ഥം. അവരോട് ഉപയോഗിക്കാൻ പറഞ്ഞ വാക്കാണ്. വദ്ഖുലുൽ ബാബ സുജ്ജദൻ, നിങ്ങൾ അതിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് എത്തുമ്പോൾ സുജൂദ് ചെയ്തതിന് ശേഷം വേണം കയറാൻ. അവർ 2 കാര്യങ്ങളാണ് കൽപ്പിച്ചത്. ഒന്ന്, പ്രവേശിക്കുമ്പോൾ സുജൂദ് ചെയ്യുക. 2, അവിടെ നിങ്ങൾ പറയേണ്ട വാക്ക് ഹിത്തത്തുൻ എന്നാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ നഗ്ഫിർലക്കും ഖത്തിആത്തിക്കും, നിങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ പുറത്തു തരും, നമ്മൾ പുറത്തു തരും. സനസീദുൽ മുഹ്സിനീൻ, ഇഹ്സാൻ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നമ്മൾ ധാരാളം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. 162 ആയത്തിൽ അതിന്റെ ഒരു വിഷയം പറയുന്നുണ്ട്. ഫബദ്ദലല്ലദീന വലമൂ മിൻഹും ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയാൻ പറഞ്ഞ വാക്കിന് പകരം അവർ മറ്റൊരു വാക്ക് അവിടെ പറഞ്ഞു. ഫഅർസൽനാ അലൈഹിം റിജ്സൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് അല്ലാഹു തആല പ്രത്യേകമായ ഒരു രോഗം, ഒരു ശിക്ഷയെ അവർക്ക് ഇറക്കി. വാതുക്കൽ ചെന്നപ്പോ നിരങ്ങിയടറങ്ങി, സുജൂദ് ചെയ്തിട്ട് ഇറങ്ങാനാ പറഞ്ഞത്, നിരങ്ങിയടറങ്ങി സന്തോഷം കൊണ്ടേ. ഹിത്തത്തുൻ എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവർ ഹബ്ബത്തുൻ എന്ന് പറഞ്ഞു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശിക്ഷ ഇറക്കി. എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കൽപ്പിച്ചതിന്റെ മുകളിൽ അപ്പുറയോ ഇപ്പുറയോ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയം. അതാണ് ഇവിടെ മുബാലഗത്ത് കൂടെ നമ്മൾ പഠിക്കണം. ഹബ്ബത്തുൻ എന്ന് പറഞ്ഞാൽ ധാന്യമണികൾ എന്നർത്ഥം, ഹിത്തത്തുൻ എന്ന് പറഞ്ഞാൽ പുറത്തു തരിക എന്നർത്ഥം. അപ്പൊ വാക്കുകൾ മാറ്റിക്കൊണ്ടാണ് അവർ ചെയ്തത്. അപ്പൊ ഈ മുബാലഗത്ത്, അതേപോലെ ഒലുവ്, അത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒലുവ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒലുവ്, അമിതത്വം, അതിര് കവിഞ്ഞു വരിക. ഇപ്പോ ഇതിന്റെ സമയത്ത്, ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. കല്ല്, ജംറയിൽ എറിയാനുള്ള കല്ല് കൊണ്ടുവരാൻ പറഞ്ഞു. അള്ളാന്റെ റസൂല് കല്ല് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുറച്ച് കല്ലുകൾ കൊണ്ടുവന്ന് കൊടുത്തു കൊണ്ടുവരപ്പെട്ട സഹാബി. അള്ളാന്റെ റസൂൽ ആ കല്ലുകൾ ഇങ്ങനെ നോക്കി. അപ്പോൾ നബി ഏത് കല്ലാണോ ഉദ്ദേശിച്ചത് ആ വലിപ്പമുള്ള കല്ലാണ് ആരുടെ കയ്യില് ഈ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തത്, ഈ സഹാബി കൊണ്ടുവന്ന് കൊടുത്തത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, നഅം ബി അംസാലി ഹഉലാഇ, ഇതേപോലെയായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. വഇയ്യാകും വൽ ഉലുവ ഫിദ്ദീൻ, ദീനിൽ ഉലുവ് കാണിക്കൽ, അതായത് അതിര് കടക്കൽ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിൽ ഉലുവി ഫിദ്ദീൻ, മുമ്പുള്ള ആളുകൾ നശിക്കാനുള്ള കാരണം മതത്തിൽ അതിര് കടന്നതാണ്. അതിരല്ലേ കടന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചാൽ വീടുകളിലടക്കം ഈ ലൈറ്റുകൾ കത്തിക്കാൻ തുടങ്ങി. വീടുകളിലടക്കം
നബിദിന കേക്ക് ഇന്റെ അയൽവക്കത്ത് മുറിച്ച ആൾക്കാർ, നബിദിന കേക്ക് മുറിച്ച ആൾക്കാർ. എന്നാലോചിച്ചപ്പോ എത്രമാത്രം ഗൗരവമുണ്ട് വിഷയങ്ങളുടെ. നബിദിന വിളക്ക് വിൽക്കുന്നുണ്ട്, നബിദിന ലൈറ്റ് വിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടില്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ആകെ ചെയ്തിരുന്നത് ആ കടലാസ് വെട്ടി തോരണം ചേർത്ത് ഒട്ടിച്ച് ഒരു ഘോഷയാത്ര നടത്തി അത് അവസാനിപ്പിച്ചു, ഒരു കലാപരിപാടി ഉണ്ട്. ഇന്നതല്ല. മദ്രസയിൽ ഒരു കലാപരിപാടി, ഇന്നതല്ല, അതൊക്കെ മാറി. ഇത് ഒലുവിനെ സംബന്ധിച്ച് നമുക്കൊരു ഒരു വിശദീകരണം വേണം ഇൻഷാ അല്ലാഹ്. എന്താ ഒലുവ്, ഒലുവ് മൂലമുണ്ടായ അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തോ ചോദിച്ചിരുന്നല്ലോ ഇവിടെ, മുആശറാത്ത്. നമുക്ക് അടുത്ത അത് ഒരു വിശദീകരണം ഞാൻ തരാം ഇൻഷാ അല്ലാഹ്. എന്താണ് മുആശറാത്ത്? പിന്നെ ഒരു ഇടയിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അധികം ക്രിസ്ത്യാനികളാണ്, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ്. പിന്നെ മുസ്ലിംസ്, ജൂതന്മാർ ഏറ്റവും കുറവാണ്. സെമിറ്റിക് മതങ്ങളുടെ കൂട്ടത്തില്, സെമിറ്റിക് ഭാഷകളുടെ കൂട്ടത്തില് സംസ്കൃതവും പെടും. സെമിറ്റിക് ഭാഷ അറബിക്ക് പോലെ, അറാമിക്ക് പോലെ, അതേപോലെ ഉള്ള ആ സെമിറ്റിക് ഭാഷകളിൽ സംസ്കൃതത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും അംഗീകാരമുള്ള ഭാഷ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് പിന്നീട് പല വ്യതിചലനങ്ങൾ സംഭവിച്ചു പോയെന്ന് മാത്രം. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം സ്ഥാനം മുസ്ലിമീങ്ങൾ എന്ന് പറയാൻ കാരണം. ഇനി എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാണ്. 16-ാം തീയതി ഒന്ന് ഉംറയ്ക്ക് പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ആരെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക, പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വിധികൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ശരിയുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.